ഞാൻ കുറേ കാലമായിട്ട് ഈ റോയൽ കരീബിയൻ ഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ മഞ്ചേരിയിലൊരു അബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീം വിളിച്ച സമയത്ത് പിന്നെ കുറച്ച് സീറ്റും കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു, ഹോങ്കോങ്ങിലെത്തി. ഹോങ്കോങ് മെക്കാവോ ഒരു 2-3 ഡേയ്സ് പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നമ്മൾ റോയൽ കരീബിയൻ്റെ ഒരു ഇൻ്റർനാഷണൽ ക്രൂസ് ട്രിപ്പാണ്. അപ്പോൾ ആ ഒരു ഷിപ്പിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഷിപ്പിൻ്റെ നമ്മുടെ റൂമിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലക്ഷൂറിയസ് ക്രൂയിസാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇതിലുള്ളത്. അപ്പോൾ അത് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാവരും കാണാൻ ട്രൈ ചെയ്യാം. കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത, അതല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ലോകമാണത്. അപ്പോൾ ഇതിൽ ഒവേഷൻ ഓഫ് സീ എന്ന് പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷിപ്പാണ്. ഏകദേശം ഒരു 4600-ൽ പരം ആളുകൾ ഇതിൽ പാസഞ്ചേഴ്സായിട്ട് ഉണ്ട്, ട്രാവലേഴ്സ്. എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അതിന് പുറമെ 1300-ഓളം വർക്കേഴ്സ് ഉണ്ട്. സോ അത്രയും ആളുകളെ കയറ്റിക്കൊണ്ട് ഹോങ്കോങ്ങിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ജപ്പാനിൽ പോയി, ഒക്കിനാവ പോയി, തിരിച്ച് തായ്വാനിൽ പോയി, തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു 5 days ആണ് നമുക്ക് ഈ ഷിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 5 to 6 days എക്സ്പീരിയൻസ്. അതുപോലെ ഈ ഷിപ്പിൽ 15 ഡെക്കുകളാണുള്ളത്, അതായത് 15 ഫ്ലോർ. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിലാണ് 15 ഫ്ലോർ ഉള്ളപ്പോൾ. അപ്പോൾ ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വരുന്ന വീഡിയോകളിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫിൻ്റെ ട്രാവൽ ലിസ്റ്റിൽ അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റൊക്കെ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ് ഒരു ക്രൂയിസ് ട്രിപ്പ്. റോയൽ കരീബിയൻ തന്നെ ചൂസ് ചെയ്യാൻ നല്ലതായിരിക്കും, കാരണം ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷിപ്പാണ്. ഞങ്ങൾ ആക്ച്വലി ഡെക്ക് 3ലാണ്. ഡെക്ക് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ്റെ ഏകദേശം സീ ലെവലിലാണുള്ളത്. ജസ്റ്റ് ഭയങ്കര രസം അതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു. സോ ഇതാണ് ഷിപ്പിൻ്റെ ബാക്കിലുള്ള നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. സഞ്ചരിക്കുന്നൊരു ബിൽഡിങ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുക. എന്നാൽ അതിൻ്റെ ഒരു ഫീലിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉള്ളിലില്ല. നമ്മളൊരു വേൾഡിലേക്ക് എൻ്റർ ചെയ്തൊരു ഫീലാണ്. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യാം, ഒരു 5 വർഷത്തിനുള്ളിലെങ്കിലും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ.